എന്നാ പരിപാടി? കുട്ടിപ്പ് കാണോ? എനിക്കോ ഉടായ്പില്ലാത്തൊരു ഇത്രയും സൽസ്വഭാവിയായ പുരുഷൻ ഈ പഞ്ചായത്തിൽ പോയിട്ട് അടുത്ത പഞ്ചായത്തിൽ പോയിട്ട് എന്നെ അറിയാമോ? പഞ്ചായത്ത് ദിവസം എന്നെ വിളിച്ചൊരു ഒരു ഉപഹാരം തരാന്ന് പറഞ്ഞു, ഒരു അവാർഡ്. ഏറ്റവും നല്ല ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല വ്യക്തികളുടെ അവാർഡ്. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. എന്റെ കുറച്ച് കൂട്ടുകാരും കൂടെ ചെറിയ ഒരു യാത്ര പോകാനായിട്ട്. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീർത്ഥാടനം. സൺഡേ പോലും പള്ളി പോകാത്ത ആളാണ് തീർത്ഥാടനം. എങ്ങോട്ട്? എനിക്കതറിയാം, നീ ഇങ്ങനെ പറയത്തുള്ളൂ. ഇങ്ങോട്ടൊന്നും നോക്കി എന്റെ ഈശോയെ കല്യാണത്തിന് കൊടുത്ത കൊന്തയാ, അതുപോലെ ഇന്നിപ്പാലും ഇട്ടല്ലോ. സമാധാനം. ഞാൻ പഴയതുപോലെയല്ല, ഞാൻ പഴയ മനുഷ്യനെയല്ല, ഞാനൊരു പുതിയ മനുഷ്യനാണ്. ഞാൻ നന്മയുടെ പാതയിലേക്ക് പോകണം. നീയും അതുപോലെ വരണമാണ് എന്റെ ആഗ്രഹം. പിന്നെ നമുക്ക് വരുന്നത് വെച്ച് കാണാം. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എന്റെ വളരെ കുറച്ച് ഫ്രണ്ട്സും വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ഞങ്ങൾക്കൊരു ആഗ്രഹം എന്ന് പറയുമ്പോൾ കുറച്ച് പള്ളികളും കുറച്ച് അമ്പലങ്ങളും അങ്ങനെ തൃപ്തഫലമായ കുറച്ച് നിമിഷങ്ങൾ. എന്റെ പൊന്നുമോനെ കാര്യത്തിലോട്ട് വാ. മോൻ ഒരിക്കൽ പോലും പള്ളി പോകാത്ത ആളാണ്. കല്യാണം കഴിഞ്ഞിട്ട് എന്റെ കൂടെയാണ് ആദ്യമായിട്ട് പള്ളി ഒന്നും കാണുന്നത്, സ്വന്തം ഇടവക പള്ളിയെങ്കിലും. ആ ആളാണ് ഈ പറയുന്നത് തീർത്ഥാടനം പോവാന്ന്. അത് ഒറ്റയ്ക്കല്ല, സെയിം ഒരേപോലത്തെ നിങ്ങളുടെ ഗ്രൂപ്പ് സെറ്റിന്റെ കൂടെയാ പോകുന്നത്. എനിക്ക് നല്ല മാറ്റം. സ്ഥലത്തോട്ട് നിങ്ങൾ പോകുന്നേ ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടില്ല. സൗത്ത് ഇന്ത്യയിൽ തന്നെയുള്ള ഏതെങ്കിലും ഒക്കെ കുറച്ച് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ടല്ലോ. മോളും കൂടെ കൂട്ടുവരാം. ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പറ്റത്തില്ല. എപ്പോഴും എല്ലാരുമായിട്ട് ടൂറ് പോകുവേ, എന്നിട്ട് ഞാൻ മാത്രം ഇപ്പോഴും വീട്ടിൽ. അത് പറ്റത്തില്ല. ഈ തവണ ഞാനും കൂടെ തരും. അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ആവശ്യമുണ്ട് പോലെ. ബാച്ചിലേഴ്സോ? നിങ്ങൾ എപ്പം ബാച്ചിലേഴ്സ് ആയി പോയി? അല്ല, ബാച്ചിലേഴ്സ് അല്ല, ഞങ്ങൾ പണ്ട് ബാച്ചിലേഴ്സ് ആയിരുന്നപ്പം പോകാൻ തീരുമാനിച്ച ട്രിപ്പാണ്. കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ മോളെ ഇവിടുത്തെ അവസ്ഥ ഒന്നുമല്ല. കള്ളന്മാര്, കൊലപാതകള്, പീഡനക്കാര്, ഇങ്ങനെയുള്ളവന്മാരെ തട്ടിക്കൂടെ നടക്കാനേ പറ്റില്ല. അപ്പൊ മോള് ഞാൻ പോയാലേ ശരിയാകത്തുള്ളൂ. ഞാൻ പോകുന്ന കർത്താവിന്റെ സന്നിധിയിലേക്കല്ലേ മോളെ, എന്നെ ദൈവം കാത്തോളൂ. മോള് ഇവിടെ എനിക്ക് വേണ്ടി മുട്ടിപ്പാട് പ്രാർത്ഥിക്കണം. ഓരോ മണിക്കൂറോട്ട് മോളെ വിളിക്കാം. പിന്നെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും രാത്രി എല്ലാം മോളെ ലൈവ് വിളിച്ചോണ്ടേയിരിക്കും. അപ്പൊ മോക്കും ഒരു കുഴപ്പമില്ല. നമുക്ക് കർത്താവിനെ കാണാം, മോളെ കാണാം. അപ്പൊ എല്ലാം ഓക്കെ. അപ്പൊ സമ്മതിച്ചു. തീർത്ഥാടനം പോയിട്ട് ഭയങ്കര ഹാപ്പിയാണല്ലോ മോനെ. കർത്താവിന്റെ സന്നിധിയല്ലേ പോയെ? കർത്താവിന്റെ സന്നിധിയിലല്ലേ? കർത്താവിന്റെ സന്നിധിയിൽ പോയ കുറച്ച് പേരുടെ കൂടെ ഞാൻ സ്റ്റേറ്റസ് ഒക്കെ ഒന്ന് കണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള സ്റ്റേറ്റസ്. ഓ, അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് ബീച്ചൊക്കെ ഇരിക്കുന്നത്. ബീച്ചുള്ള അമ്പലം. ഗോവയിൽ ഏത് തീർത്ഥാടന കേന്ദ്രമാണ് മോനെ ഉള്ളത്? ഗോവയിൽ ഒരു സ്വാമിയുടെ ക്ഷേത്രമുണ്ട്. അപ്പൊ അതിന് ഒരേ നിർബന്ധം അവിടെ പോകണം. ഓ, ഗോവയിലായിരുന്നല്ലേ തീർത്ഥാടനം? നീ എന്നാണ് എന്നോടൊന്നും പറയാതിരുന്നത്? എല്ലാം കൂടെയുള്ള പ്ലാനായിരുന്നല്ലേടാ. എന്നാ ശരി, നമുക്കെന്നാ ഒന്ന് കുറച്ചു നേരം ഒന്ന് മുറിയിലോട്ട് പോയല്ലോ. കുറച്ച് കാര്യം എനിക്കത് സംസാരിക്കാനുണ്ട്. ഇപ്പൊ തന്നെ വേണം. അപ്പൊ നാളെ ശവോടെ എല്ലാരും വരിക. സഹകരിക്കുക.